ഹലോ ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല, എൻ്റെ വീക്കിലി ഗ്ലോയിങ് അപ്പ് റൂട്ടീൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണ്ണപ്പട്ടയിൽ മുങ്ങി ഗൈസ്. ഇതെൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ കാച്ചിയൊരു വെളിച്ചെണ്ണയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. ഈ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടറ്റ മുടി വളരുന്നൊന്നും ഞാൻ പറയില്ല. ഉള്ള ഹെയർ തന്നെ നല്ല കറുത്ത കളറിൽ നല്ല തിക്കോട് കൂടി വളരും കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ഗോൾഡൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോയും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. ശേഷം ആ ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഞാൻ ഫേഷ്യൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൈം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ ഡേയ്സും ചെയ്യാറില്ല. ആദ്യമൊക്കെ ഞാൻ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫേഷ്യൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് തരുമ്പോൾ തന്നെ മുഖമൊക്കെ വീർത്തിരിക്കാറുണ്ടല്ലോ. പിന്നെ നമുക്ക് ഡബിൾ ചിന്നുള്ളവർക്കും മുഖം തടിയുള്ളവർക്കൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാനത് നന്നായിട്ട് ചെയ്ത് കൊടുത്തു. ഇതൊന്നും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പരിപാടിയല്ല കേട്ടോ. ഒന്ന് സൺഡേ ആയതുകൊണ്ട് ഓഫീസില്ലാത്തതുകൊണ്ട് നല്ല ടൈം കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ആ ഓയിൽ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലും കാലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിലും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ വീക്കിലി 2 to 3 ടൈംസ് എങ്കിലും ഞാൻ എന്തെങ്കിലും ഫേസ് മാസ്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് കടലമാവും തൈരും മഞ്ഞളും തേനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ്. ഒരു 15 മിനിറ്റെങ്കിലും ഇത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഫേഷ്യൽ ഹെയറും കൈമലും കാലുമലൊക്കെ ഹെയർ റിമൂവ് ചെയ്യണ ഒരു ദിവസമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത്രയും ഈ എണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു കുളി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം എനിക്കിന്നൊന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ടൗണിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയതാണ് കേട്ടോ. അപ്പോൾ റെഡി ആയപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ആൾ വരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആളെ നോക്കി നിൽക്കുവാണ്. ഞാൻ പോകുന്ന സ്ഥലത്തിലോട്ട് ഇന്ന് ബസ് കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സൺഡേ ആണല്ലോ. ആൾ വന്നു, ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. സത്യം എനിക്ക് പോകുമ്പോൾ അത്ര വെയിലുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷെ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയ്യും മുഖമൊക്കെ പൊള്ളുന്ന പോലെയായിരുന്നു കേട്ടോ, അത്രയ്ക്കും വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് മൈഗ്രെയിനും ഉണ്ടായിരുന്നു. എനിക്ക് മൈഗ്രെയിനുള്ള ആളാണ്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് വീടെത്തിയപ്പോഴേക്കും ആകെ ടയേർഡായിട്ടോ. പിന്നെ എനിക്ക് മൈഗ്രെയിൻ വന്നതിനൊന്നുമില്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കണം, ഇല്ലെങ്കിൽ കിടന്നുറങ്ങണം. ഈ രണ്ടും നടക്കാൻ വളരെ പാടാണ് മൈഗ്രെയിൻ വന്നു കഴിയുമ്പോൾ. ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ലൈവൊക്കെ ഇട്ട് ശേഷം ഞാനിങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിരുന്ന് പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. എന്നിട്ട് ഞാനും നോയിലും കൂടിയിട്ട് റൂമിൽ കയറി വാതിലടച്ച് കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് പിന്നെ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ, മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ റൂമിൽ ഒരു വെളിച്ചം പോലും പാടില്ല, ഫുള്ള് ഇരുട്ടായിരിക്കണം കേട്ടോ. അങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉറക്കം സെറ്റാവുള്ളൂ. അപ്പം ഞാൻ മൈഗ്രെയിൻ ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിന് മുൻപ് ഞാൻ ചോറുണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ വീട്ടിൽ നിന്ന് ചോറും പിന്നെ മത്തി വറ്റിച്ചതും, അതായത് ചാള വറ്റിച്ചതും പിന്നെ അയില വറുത്തതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോംബോ. അപ്പോൾ എനിക്ക് ഉള്ളിലിരുന്ന് ഉണ്ണുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം പുറത്ത് പോയിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഉണ്ണുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട് റോഡ് സൈഡൊന്നുമല്ല കേട്ടോ, ഇത്തിരി ഉള്ളിൽ കയറിയിട്ടാണ്. അതുകൊണ്ട് പുറത്തിരുന്നുണ്ടാലും ഇങ്ങനെ നോക്കാനും പിടിക്കാനൊന്നും നമുക്ക് അങ്ങനെ ആരും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് മരങ്ങൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ ചോറുണ്ണു. ഇങ്ങനെ ഞാനും ഞോലും റൂമിൽ കയറി വാതിലടിച്ച് കിടന്നുറങ്ങി. കുറച്ചധികം നേരം ഞാൻ കിടന്നുറങ്ങി. സാധാരണ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാറില്ല, ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ. പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ ഞാനൊരു ഉറക്കമൊക്കെ പാസ്സായിട്ട് 4:30 ആയപ്പോൾ എണീറ്റു കേട്ടോ. അപ്പോഴത്തേനുള്ള എൻ്റെ മുഖമാണ് ഈ കാണുന്നത് കേട്ടോ. ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ ഉണ്ണികൾക്ക് അപ്പുറത്തെ വീട്ടിൽ കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോകണം. അവിടെ കുറച്ചധികം പിള്ളേരുണ്ട്. അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും പിന്നെ ഇവിടെ തൊയിരം തരില്ല. അമ്മ ബാ പോവാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ 2 ആളെയും കൊണ്ടിട്ട് ഞാൻ അങ്ങോട്ടും പോയി. അവരവിടെ നല്ല കളിയായിരുന്നു കേട്ടോ. അവിടെയുള്ള ചേട്ടന്മാരുടെ അടുത്തും. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡയറ്റിങ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കുന്നില്ല. ഇപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ടൊരു ഇരുമ്പാമ്പുളി എന്നാണ് ഇവിടെ പറയാറ്, അവിടെയൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടപ്പോഴേക്ക് കഴിക്കാൻ നല്ല കൊതി തോന്നി. അപ്പോൾ അതൊരു ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിച്ച് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരു കൊതി കൊണ്ട് അത് കഴിച്ചു. ശേഷം ഒരു പൈനാപ്പിളിൻ്റെ പീസും അതുപോലെ തന്നെ ഉപ്പും മുളകൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ രാത്രി ഒറ്റ ഫുഡും കഴിക്കാറില്ല. ഇന്ന് അതുകൊണ്ട് ഒരു കൊതി തോന്നിയപ്പോൾ കഴിച്ചതാണ്. പിന്നെ ഞാൻ എനിക്കിന്ന് ലിപ് ബാമും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് എൻ്റെ ഹെയറൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ച് കെടുക്കാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇവിടെ നേരത്തെ എല്ലാവരും കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.